ഹായ് ഹലോ, ഇന്ന് ബ്രോയിലർ ചിക്കൻ വെച്ചിട്ട് നല്ലൊരു ദം ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബിരിയാണി വെക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഉപ്പും കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് കുഴച്ചിട്ട് വെക്കാം. ഇങ്ങനെ ചിക്കന് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ബിരിയാണിയിൽ ഒരു ചുമന്ന കളറിലാണ് കേട്ടോ ചിക്കൻ കിട്ടുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു വൈറ്റിഷ് കളറായിരിക്കും. ഇങ്ങനെ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മുളകും പിടിക്കുകയും ചെയ്യും കേട്ടോ. ഒരു 6 വലിയുള്ളിയാണ് കേട്ടോ ബിരിയാണിയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 2 വലിയുള്ളി നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ബാക്കിയുള്ളത് ഒരു നോർമൽ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നൈസായിട്ട് അരിഞ്ഞ വലിയുള്ളി നമുക്ക് മുകളിൽ ഫ്രൈ ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുകളിൽ ദമ്മിടുമ്പോൾ മുകളിൽ ഫ്രൈ ചെയ്തിട്ടിടാനുള്ളതാണ്. അപ്പോൾ വലിയുള്ളിയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു മീഡിയം ലെവലിലുള്ള 4 തക്കാളി എടുത്തിട്ടുണ്ട്. 6 ഉള്ളി എടുക്കുമ്പോൾ ഒരു 4 തക്കാളി എടുത്താൽ മതി. നമ്മൾ തൈരും നാരങ്ങനീരും ചേർക്കുന്നതുകൊണ്ട് ഇത്ര തക്കാളി മതിയാവും കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തക്കാളി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്തെടുത്തത് ഒന്ന് ചതച്ചെടുക്കാം. 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആദ്യം അതൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി കറക്കിയെടുക്കാം. അതിൻ്റെ കൂടെ 5 പച്ചമുളക് കൂടി ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഗരം മസാല ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കുന്നതിന് മുന്നേ ഇതിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുമ്പോൾ നമുക്കത് വേഗത്തിൽ റെഡിയാക്കാൻ സഹായമാവും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുതിന മല്ലിയില കൂടി ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും 2 ചെറുനാരങ്ങയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 3 സ്പൂണ് സൺഫ്ലവർ ഓയിലും 2 സ്പൂൺ RKG നെയ്യും ചേർത്തിട്ട് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മുന്നേ 2 ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൈ ചെയ്ത് മുകളിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് കേട്ടോ ആദ്യം വറുത്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരേക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി കോരിയെടുത്തിട്ട് പാത്രത്തിലൊന്ന് പരത്തിയിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് സോഫ്റ്റ് ആയി പോട്ടെ. അത് ക്രിസ്പ് ആവണമെങ്കിൽ നമ്മൾ ഈ പാത്രത്തിൽ പരത്തിയിടണം. ഇനി ഇതേ എണ്ണയിൽ തന്നെ 1 സ്പൂൺ വലിയ ജീരകം പൊട്ടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഉള്ളി കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ എണ്ണയിലിട്ടിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി, ബ്രൗൺ കളർ ആവേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് അതും നമുക്ക് ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിൻ്റെ പച്ചമണം മാറുന്നത് വരേക്ക് ഈ സവാളയുടെ കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും തക്കാളി കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട് അതും നമുക്ക് ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് ഗരം മസാലയും 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെക്കണം. അപ്പോൾ ഈ വെജിറ്റബിൾസിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇനി മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പുതിന മല്ലിയില കട്ട് ചെയ്തതും 1 ചെറിയ കപ്പ് തൈരും 1 നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചിക്കനിൽ ചേർത്തത് കൊണ്ട് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കിത് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഈ മസാലയൊക്കെ റെഡിയായി വരുന്ന സമയം നമുക്ക് ബിരിയാണിയിലേക്കുള്ള അരിയൊക്കെ ഒന്ന് അളന്നെടുത്തിട്ട് കഴുകി റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ജീരകശാല വട കോലം റൈസാണ് എടുത്തിട്ടുള്ളത്. അത് 3 കപ്പ് എടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരു നാഴി അളവിലാണ് എടുത്തിട്ടുള്ളത്. 3 നാഴി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി ഒരു 3 പ്രാവശ്യമെങ്കിലും കഴുകി എടുത്തതിന് ശേഷം വെള്ളം ഒരു അരമണിക്കൂർ നേരമെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വെക്കണം. എന്നിട്ട് നമുക്കിത് വെള്ളം ഊറ്റിക്കളയാം. അപ്പോൾ ബിരിയാണിയുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ ഫ്രൈ ചെയ്ത ഒനിയനും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്കിപ്പോൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ.
റൈസ് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ഓയിലും 1 സ്പൂൺ RKG നെയ്യും കൂടെ ഒഴിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് ജാതിപത്രയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഓണിയനും കൂടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്ത അരിയുടെ ഇരട്ടി വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ കുറച്ച് മല്ലിയിലയും നാരങ്ങനീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. തിളക്കാത്ത വെള്ളത്തിലേക്ക് അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് റൈസ് നന്നായി കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചെറുതിയിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ബിരിയാണി റൈസ് പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കിയൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ബിരിയാണി റൈസ് ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഈ പാത്രത്തിൽ തന്നെ ദമ്മിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ബിരിയാണി മസാല ആദ്യം ആ ചെമ്പിലേക്ക് അടിയിൽ നിരത്തി കൊടുക്കുക. അതിന് മുകളിൽ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ബിരിയാണി മസാലയും അതിൻ്റെ മുകളിൽ ഒരു ലെയർ റൈസും നിരത്തി കൊടുക്കാം. ഇത് കുറച്ച് ബിരിയാണി ഉള്ളതുകൊണ്ട് 2 ലെയറായിട്ടാണ് കേട്ടോ നമുക്കുള്ളത്. റൈസൊക്കെ കംപ്ലീറ്റ് നമ്മൾ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും മുകളിലായിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി വറുത്തത്, പിന്നെ പുതിന മല്ലിയില അതരിഞ്ഞത് ബാക്കിയുള്ളതും, പിന്നെ കുറച്ച് RKGൻ്റെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ദമ്മിടാം. മൂടി വെച്ചിട്ട് ദമ്മിടാം. ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതിയിലൊരു അരമണിക്കൂറെങ്കിലും വെക്കുക. അപ്പോൾ ഇതിന് ആവി വരുമ്പോൾ ദം അതിന് ശേഷം മാത്രം ഇത് തുറന്നാൽ മതി. ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമുക്കിത് ഇങ്ങനെ ചെറുതിയിൽ ദമ്മിലിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബ്രോയിലർ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.